വല്ലാർപാടം പള്ളി കാണാൻ വേണ്ടി പോവാണ്. കൊച്ചിയിൽ ഒരു ഫേമസ് പള്ളിയാണ്, എല്ലാവർക്കും അറിയാം. വല്ലാർപാടം പള്ളിയിലെ ഇന്ന് പെരുന്നാളാണ് അല്ലേ? ഇന്ന് പെരുന്നാളാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണാം. ഓക്കെ, അപ്പൊ പള്ളിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി അല്ലേ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ നമ്മളെവിടെ എത്തി? സോഷ്യൽ കിച്ചൺ, കടവന്ത്ര സോഷ്യൽ കിച്ചന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. എവിടെ സോഷ്യൽ കിച്ചൺ? അങ്ങ് ഗ്രാൻഡ് ഹയാത്ത് കാണുന്നു. ഇപ്പുറത്തെന്താ കാണുന്നേ? മറൈൻ ഡ്രൈവ്. ആൻഡ് മറൈൻ ഡ്രൈവിന്റെ കരയിലുള്ള ബിൽഡിങ്ങുകൾ. ആകാശം എന്താ ഭംഗിയല്ലേ, രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ വല്ലാർപാടം പള്ളിയുടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഷ്രൈൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നാഷണൽ ഷ്രൈൻ ബെസ്ലിക്ക വല്ലാർപാടം. അതെന്താ സംഭവം? ഷ്രൈൻ മീൻസ് ദേവാലയമാണ്. ബെസ്ലിക്ക അത് മാർപ്പാപ്പ കൊടുക്കുന്ന ഒരു അധികാരമാണ്. കുറെ എന്താ പറയാ, പുരാതന പള്ളികൾ അല്ലെങ്കിൽ വിശേഷപ്പെട്ട പള്ളികൾക്ക് കൊടുക്കുന്ന അധികാരം. തീർത്ഥാടനമാണ്, ബേസിക്കലി തീർത്ഥാടന കേന്ദ്രമാണ് വല്ലാർപാടം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓ, നിനക്ക് ഇത്ര അറിവുണ്ടായിരുന്നു? യെസ് യെസ് യെസ്. 501 തിരുനാൾ നോക്കിക്കേ, എന്താ അവിടെ എഴുതി വെച്ചേക്ക് നോക്കൂ. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ 501 തിരുനാൾ. അത്ര വർഷമായി പോർച്ചുഗീസുകാർ ഈ പള്ളി നിർമ്മിച്ചിട്ട്. വല്ലാർപാടത്തമ്മ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ല. മാതാവാണ് വല്ലാർപാടത്തമ്മ. പോവല്ലേ? പോവാ. ാണ് പോർച്ചുഗീസ് മിഷണറിമാരാണ് കാണുന്ന ദേവാലയം പണിതത്. ദെൻ 1676 ആയപ്പോൾ ഒരു വെള്ളപ്പൊക്കത്തിൽ മൊത്തം വല്ലാർപാടം ദ്വീപ് മുങ്ങിപ്പോയി. അപ്പോൾ വീണ്ടും ആൾക്കാരുടെ ആവശ്യപ്രകാരം വീണ്ടും പണിതുയർത്തിയതാണ് ഈ ദേവാലയം. അത്രയും പഴക്കമുണ്ട്. 1851 മാർപ്പാപ്പ പ്രത്യേക അംഗീകാരം കൊടുത്ത് 2004 വത്തിക്കാൻ കമ്മിറ്റി ബെസ്ലിക്കയായിട്ട് ഈ പള്ളീനെ പദവി കൊടുത്തത് 2004 വല്ലാർപാടത്ത് വല്ലാർപാടത്ത് അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിശേഷണം, വിശ്വാസികൾ കൊടുക്കുന്ന വിശേഷണം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ ഏറ്റെടുക്കുന്ന അമ്മ എന്നാണ്. അതായത് എന്താവശ്യത്തിനും നമ്മൾ വന്നു കഴിഞ്ഞാൽ മാതാവ് നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസമാണ് വല്ലാർപാടത്തമ്മയ്ക്ക് നമ്മൾ ആളുകൾ കൊടുക്കുന്ന, വിശ്വാസികൾ കൊടുക്കുന്ന വിശേഷണം. സെപ്റ്റംബർ 24 നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു 1 വീക്കോളം ഉള്ള ആഘോഷങ്ങളും കുർബാനകളും ദിവ്യബലികളും എല്ലാം ഉണ്ട്. ഒരു 1 കോടിയിലധികം വിശ്വാസികൾ ഓരോ വർഷം തോറും ഈ പള്ളിയിൽ സന്ദർശിക്കാറുണ്ട്. തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇങ്ങനെ പെരുന്നാളിനും മറ്റും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്ന് മാതാവിന് അനുഗ്രഹം വാങ്ങിക്കും. വല്ലാർപാടം അമ്മ എന്ന് അമ്മേനെ വിശേഷിപ്പിക്കുന്നത് കപ്പലുകാരുടെ രക്ഷാധികാരി എന്ന് പറയുന്നുണ്ട്. അത് വിശ്വാസികൾ, കടൽ യാത്രക്കാർ, മത്സ്യത്തൊഴിലാളികളൊക്കെ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദെൻ ലേഡി ഓഫ് റാൻസം, അതായത് ആവശ്യങ്ങൾ ഏറ്റെടുക്കുന്ന അമ്മ എന്നും പറയാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ വിശ്വാസികൾ പറയുമ്പോൾ നടത്തി തരുന്നു എന്നൊരു വിശ്വാസികൾ ഉറക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ബെസ്ലിക്ക എന്നൊരു പദവി നൽകിയത് 2004 പരിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. ഇന്ന് വല്ലാർപാടം അമ്മയുടെ തിരുനാൾ സെപ്റ്റംബർ 24 ആഘോഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരാഴ്ചയ്ക്ക് മുന്നായിട്ട് ഒരുപാട് നമുക്ക് എന്താ പറയുക, പ്രാർത്ഥനകളും നവനാളുകളും അല്ലെങ്കിൽ ദിവ്യബലികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ മാതാവിന്റെ പേരിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു കഥയുണ്ട്. എന്താ അറിയോ? ഒരു 1752 പണ്ട് ഒരു അമ്മയും മീനാക്ഷി നാട്ടിലെ ഒരു അമ്മയും ഒരു മോനും കൂടിയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് ബോട്ടിൽ പോവായിരുന്നേ.
ബോട്ടിൽ പോകുമ്പോ എന്തുണ്ടായെന്നറിയോ, ബോട്ട് മറഞ്ഞപ്പോ ഈ അമ്മയും മോനും കൂടിയിട്ട് വെള്ളത്തിൽ വീണിട്ട് ഭയങ്കരമായിട്ട് തിരയടിക്കുന്നു, രക്ഷിക്കാൻ പാകത്തിന് ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മ ഇങ്ങനെ വല്ലാർപാടത്തെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കും, എന്നെ രക്ഷിക്കുവാണെങ്കിൽ ഞാൻ അടിമയായിട്ട് പള്ളിയൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് അടിമയായിട്ട് ഞാൻ ജീവിച്ചോളാന്ന് പറയും. അത്ഭുതമാണ്. ആ മീനാക്ഷി അമ്മയും ആ മോനും 3 ദിവസത്തിന് ശേഷം ആൾക്കാർ വല എറിഞ്ഞ് ആ വലയിൽ പെട്ട് അവർ രക്ഷപ്പെടുത്തും. ഓക്കെ, അപ്പൊ തൊട്ട് ഈ മീനാക്ഷി അമ്മയും ഈ മകനും ഇവിടെ പള്ളിയിൽ തന്നെ സേവനമൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഇവിടെ തന്നെ അമ്മയുടെ പള്ളിയിൽ തന്നെ താമസിക്കുമായിരുന്നു. ഓക്കെ, നമ്മള് അന്ന് വന്നിട്ട് ഓർക്കുണ്ടോ, നമ്മൾ ചൂലെടുത്ത് അടിച്ചു വാരിയത്, ഫ്രണ്ടില് ചൂലെടുത്ത് അടിച്ചു വാരിയത്, അത് ഇതായിരുന്നു. കാരണം അമ്മയുടെ അടുത്ത് ഒരു നമ്മള് നന്ദി സൂചകമായിട്ട് നമ്മൾ ചൂലെടുത്ത് ആവശ്യങ്ങൾ പറഞ്ഞ് അടിച്ചു വാരും. അത് മീനാക്ഷി അമ്മ പണ്ടിനാലേ തൊട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അടിമകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് അത്. നമ്മൾ ചൂലെടുത്ത് ഇങ്ങനെ അടിച്ചു വാരും. ഓർക്കുണ്ടോ? നമുക്ക് ചൂലെടുത്ത് അടിച്ചു വാരാം. പാവു മാറ്റിനെ തന്നെ പ്രാർത്ഥിക്കണേ. ഇതാണ് അടിമ വെക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ മെയിൻലി അടിമ നേർച്ചയാണ് നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി അടിമ സമർപ്പിക്കാന്ന് പറയും. ആദ്യമായിട്ടല്ലേ വല്ലാർപാടത്തോട്ട്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണല്ലോ, അപ്പൊ കൊച്ചിയിൽ വന്നപ്പോ നിങ്ങളെ കൂടെ വരാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഞങ്ങൾ തൃശ്ശൂരുകാരാണല്ലോ, അത് കൂടെ പറയാം. നിങ്ങൾ പണ്ടേ ഇവിടെ വരുന്ന ആൾക്കാരാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. നല്ല എക്സ്പീരിയൻസ്. എന്താണ് തോന്നുന്നത്? എന്താണ് ഇവിടെ വന്ന് ആ ഒരു നീ പറഞ്ഞ ചരിത്രങ്ങളും കാര്യങ്ങളും കേട്ടപ്പോൾ, അത് മാത്രമല്ല 1500 സംതിങ്ങിലാണ് ഇവിടെ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ പള്ളിയെന്ന് കേട്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. ഇതിന്റെ ഒരു ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇതിന്റെ ഒരു 1600 വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മൾ വീണ്ടും പുതുക്കി പണിതു. എന്നാലും ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളിയാണെന്ന് അറിയുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. വാസ്കോ ഡ ഗാമ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജ് ആണ്, മാതാവിന്റെ ആ ഒരു ഉണ്ണീനെ എടുത്തിട്ടുള്ള ഇമേജ് ആണ് ഇപ്പോഴും പള്ളിയിലിരിക്കുന്നത്. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളി കൂടിയാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ക്യൂരിയോസിറ്റി. ആളുകളെ കണ്ടിട്ടോ ഇത്ര പ്രതീക്ഷിച്ചിരുന്നോ? ജനത്തിനെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയ്യോ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആക്ച്വലി 24-ാം തീയതിയാണ് തിരുനാള്, പക്ഷെ നമുക്കൊരു 1.5 വീക്കോളം ഇവിടെ പെരുന്നാളിന്റെ ആഘോഷങ്ങളാണ്. ആയതുകൊണ്ട് ഇവിടെ വരാനും പറ്റി, ഇതൊക്കെ കാണാനും പറ്റി, ഒരു ഭാഗ്യമായിട്ട് കാണും. അത് മാത്രമല്ല, ഈ പള്ളികളിൽ സാധാരണ ക്രിസ്ത്യൻ പള്ളികളിലായാലും സാധാരണ അങ്ങനെ ജാതിമത വ്യത്യാസങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഞാൻ ഉള്ളിലൊക്കെ പോയി ആൾത്താരുടെ അടുത്ത് പോയി വീഡിയോ എടുത്തു. അതിനൊന്നും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആയിരിക്കണം ആരാധനകൾ. എല്ലാവർക്കും കയറാൻ പറ്റുന്ന, എല്ലാവർക്കും. കാരണം അങ്ങനെ ഒരു വ്യത്യാസമില്ലല്ലോ. ദൈവം ഒന്നേ ഉള്ളെന്നാണ് സാധാരണ പറയുക. അതുപോലെ എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. എന്താണ് വൈൻഡപ്പ് ചെയ്യല്ലേ? പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.